ഇന്ത്യ വർഗീയത പ്രകടിപ്പിക്കുന്ന തൃശ്ശൂരിൽ എങ്ങനെയാ സുരേഷ് ഗോപി ജയിച്ചത്? പൂരം മുടക്കിയത് എങ്ങനെ? അതൊക്കെ ജനങ്ങൾക്ക് അറിയില്ലേ? ഞാൻ പറയാം. ബാന്ധമുണ്ടെന്ന് ആർക്കാ ജിംസെ അറിയാത്ത? അനിൽകുമാറിന്റെ സ്വന്തം ജില്ലയിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വോട്ടിംഗ് പാറ്റേൺ പരിശോധിച്ചാൽ പോരെ? ആരുടെ വോട്ടാ പോയത്? ഈ വർഗീയവാദി ഇവൻ ഒരു നടക്കി പോകുകയല്ല. എന്റെ വ്യക്തിപരമായി പറയുന്നതിനല്ലേ? നീ എന്തിനാ അയാളോട് ദേഷ്യം പറഞ്ഞേ? ഞാൻ ആരോടെങ്കിലും കുറച്ച് ഗുണ്ടായിസം കാണിച്ചു ഒന്ന് റിലാക്സ് ചെയ്തോട്ടെ പറഞ്ഞുള്ളേ. അനിൽകുമാർ, ഇത് എന്ത് മര്യാദയാ? നിങ്ങൾ രാഷ്ട്രീയം പറയും, നിങ്ങൾ വ്യക്തിപരമായിട്ട് ആക്ഷേപിക്കുന്ന രാഷ്ട്രീയം പറയും. നീ എന്തിനാടാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? ഒരു സുഖം, ഒരു നമുക്ക് ആരെയും കളിപ്പിക്കാൻ വേണ്ടില്ല. എന്തോ ഒരു ഇവിടുന്ന് കരിച്ചിങ്ങനെ വരും. ആദ്യമായിട്ടാണോ ഈ രാജ്യത്ത്, ഈ കേരളത്തിൽ ഒരാളെ രാഷ്ട്രീയ പാർട്ടി എടാ നാറി, നിനക്ക് നാണമുണ്ടോ? നിനക്ക് ഇതിന് എന്ത് സുഖം കിട്ടുന്നത്? അനിൽകുമാർ ആരെയാണ് വർഗീയവാദി വിളിച്ചതെന്നാണ് ചോദിക്കുന്നത്. ഞാൻ ചോദിക്കുക, കോൺഗ്രസിനും ബി ജെ പിക്കും വേണ്ടി ഒരുപോലെ വർത്താനം പറയേണ്ടി വരുന്ന ചെറിയ വട കൊടുത്ത് വലിയ വട വാങ്ങിച്ചു. അനിൽകുമാറിന്റെയും RSSകാരുടെയും ശബ്ദം ഒരുപോലെയുണ്ട്. ഈ രണ്ടു കൂട്ടർക്ക് എന്നോട് വൈരാഗ്യാണ്. ഈ രണ്ടു കൂട്ടർക്കൂടെ വിഷമം, സങ്കടം. RSSകാർക്കുള്ളതിനേക്കാൾ സങ്കടം അനിൽകുമാറിനും ഒരാൾ പുറത്തു പോയാൽ എന്തിനാ CPM-മാർക്ക് അത്ര വിഷമം? എന്തിനാ സഖാക്കൾക്ക് വിഷമം? എന്തിനാ AKG സെന്റർ ഇങ്ങനെ കൂട്ടക്കരച്ചില്? മുതലാളി, ഞാൻ വേണ്ട വേണ്ടെന്ന് പലവട്ടം പറഞ്ഞത്. ഇമാതിരി ചവിട്ടന്റെ ലൈഫിൽ ആദ്യമായിട്ട് കാണുക. വല്ലതും പറ്റിയ അനിൽകുമാർ എന്താണ് പറയാമെന്ന് വ്യക്തിപരമായ സന്തോഷിക്കേണ്ട കാര്യം. നിങ്ങൾ എന്തിനാ സങ്കടപ്പെടുന്നത്? ഞാൻ അങ്ങോട്ട് പറയാം. അങ്ങ് വ്യക്തിപരമായിട്ട് എന്നെ പറഞ്ഞിട്ട് ഞാൻ മറുപടി പറയുന്നത്, ഞാൻ ഇടപെടരുതെന്ന് പറഞ്ഞ് നടക്കുന്ന രാഷ്ട്രീയം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ആളുകളെ ചർച്ചയ്ക്ക് കൊണ്ടുവരുന്നത് അല്ല. അങ്ങ് എന്നെ വ്യക്തിപരമായിട്ട് പറയുമ്പോൾ ഞാൻ രാഷ്ട്രീയം പറയുന്നു, CPM-ന്റെ പറയുന്നു, കാപട്യം പറയുന്നു, നിങ്ങളുടെ BJP ബാന്ധവം വിളിച്ചു പറയുന്നു. അതാണ് നിങ്ങളുടെ പ്രശ്നം. നിങ്ങളുടെ നിങ്ങളെ പോലെ കെട്ടത് വർഗീയവാദി കേരളം കണ്ടിട്ടില്ല. ഇവനെ തടയണ്ട, അയച്ചു വിട്ടേക്ക്. ഇവന് കിട്ടാനുള്ളത് നമ്മളായിട്ട് മുടക്കണ്ട. സന്ദീപിന്റെ പ്രശ്നം നാണംകെട്ട വർഗീയവാദികളാണ് നിങ്ങൾ. നാണംകെട്ട വർഗീയവാദികൾ പറഞ്ഞില്ലേ? സത്യം പറയുള്ളൂ. നാണംകെട്ട വർഗീയവാദികൾ. ഞാൻ പറയണ കേട്ടോ, നല്ല കുട്ടിയാണ് പറഞ്ഞത്. സർട്ടിഫിക്കറ്റ് എന്റെ വീട്ടിൽ ക്ലിയർ അങ്ങോട്ട് പിടി. ഞാൻ ക്രിസ്റ്റൽ ക്ലിയർ അങ്ങോട്ട് പിടി. കേട്ടോ, ഞാൻ ക്രിസ്റ്റൽ ക്ലിയർ ആണ് AK ബാലൻ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് അനിൽകുമാർ സർട്ടിഫിക്കറ്റ് വേണ്ട, എനിക്ക് ബാലന്റെ സർട്ടിഫിക്കറ്റ് മതി, എനിക്ക് MP രാജേഷിന്റെ സർട്ടിഫിക്കറ്റ് മതി. കിട്ടിയല്ലോ.